പരീക്ഷയും അതുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടത് വിദ്യാർത്ഥികളുടെ ആത്മഹത്യ തന്നെയാണ്. ഉയർന്ന മാർക്ക് ലഭിച്ച് ഇത്തവണ നീറ്റ് പരീക്ഷ പാസ്സായവരുടെ മനസ്സ് ഇപ്പോൾ വേദനിക്കുകയാണ്. ഇനി ഒരു പക്ഷേ രണ്ടാമത് പരീക്ഷ നടത്തുമ്പോൾ ഞങ്ങൾക്ക് അതേ മാർക്ക് വാങ്ങാൻ സാധിക്കുമോ എന്ന ടെൻഷനും, ഇത്രയും കഷ്ടപ്പെട്ട് ടെൻഷൻ അടിച്ച് പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടും വീണ്ടും അതേ ടെൻഷൻ ഒന്നുകൂടെ കടന്നു പോകണമെന്നുള്ള പല ചിന്തകളും കാരണമാണ് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന വാർത്ത കൂടിക്കൂടി വരുന്നത്. ഇപ്പോൾ മറ്റൊരു വാർത്തയാണ് തമിഴ്നാട് നിന്ന് പുറത്തു വരുന്നതെന്നായി അറിയാൻ സാധിക്കുന്നു. കോയമ്പത്തൂരാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. നീറ്റ് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കവേ തമിഴ്നാട്ടിൽ 19 വയസ്സുകാരി ജീവനൊടുക്കിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അനു കീർത്തന എന്ന വിദ്യാർത്ഥിനിയാണ് മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ തൂങ്ങി മരിച്ചത്. സംഭവത്തെ തുടർന്ന് തമിഴ്നാട്ടിൽ നീറ്റ് പരീക്ഷയ്ക്കെതിരെയും വീണ്ടും പ്രതിഷേധം ശക്തമാവുകയാണ്. അടുത്തിടെ ഉണ്ടായ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ബാധിക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായി വീണ്ടും പരീക്ഷ നടത്താൻ തീരുമാനിച്ചിരുന്നു. ഇതേ തുടർന്നുണ്ടായ മാനസിക സമ്മർദ്ദമാണ് വിദ്യാർത്ഥിനിയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രധാനപ്പെട്ട നിഗമനത്തിൽ തന്നെ അറിയുന്നത്. മുൻപ് 2 തവണ നീറ്റ് പരീക്ഷ എഴുതിയ അനു കീർത്തന 3-ാം തവണ പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്നതിനിടയിലാണ് ആത്മഹത്യ. കടുത്ത മാനസിക സമ്മർദ്ദമാണ് അനുകീർത്തനയെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചത്. സംഭവ സ്ഥലത്ത് നിന്ന് ആത്മഹത്യാ കുറിപ്പുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നും മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിവരികയാണെന്നും പോലീസ് അറിയിച്ചു. വിദ്യാർത്ഥിയുടെ മരണത്തിന് പിന്നാലെ കോയമ്പത്തൂരിൽ നീറ്റ് പരീക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്.